أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على النور وآله صلاة تجعل كلامي محمد نافعا لهذا الصالحين لا باب الإخلاص وإحلال النية എന്ന ഒന്നാമത്തെ ബാബിലെ 12ാമത്തെ ഹദീസിലാണ് നാം ഉള്ളത്. നമ്മുടെ ഈ ബാബ് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിയ്യത്തുകൾ ആണ് പ്രാധാന്യം. അമലുകൾ നാം തുടങ്ങിക്കഴിഞ്ഞാൽ അമലുകളുടെ വഴി പോലെ നാം കൈവച്ചാൽ കൈയെടുക്കുന്നത് വരെ കൈയെവിടെയായിരിക്കും, കാല് വെച്ചാൽ കാലെടുക്കുന്നത് വരെ കാലെവിടെയായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഫിസിക്കൽ ഇൻവോൾവ്മെൻ്റ് അപ്രകാരമാണ് ഉള്ളത്. എന്നാൽ ഖൽബിൻ്റെ നിയന്ത്രണം നമ്മുടെ പക്കലല്ല. നമ്മുടെ ശരീരങ്ങളെയും പൂർണ്ണമായി നിയന്ത്രിക്കുന്നതും നമ്മളല്ല. എന്നിരുന്നാലും കാണാനും തൊടാനും പിടിക്കാനും പറ്റാത്ത ഒന്നായതുകൊണ്ട് അത് പൂർണ്ണമായും അല്ലാഹു തആലയാണ് നമ്മുടെ ഖൽബിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നാം എടുക്കുന്ന ഉറച്ച തീരുമാനങ്ങൾ, നമ്മുടെ ബാഹ്യവും ആന്തരവുമായ ലക്ഷ്യങ്ങൾ, ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ നന്മയിലായിക്കൊണ്ട്, നല്ല നിയ്യത്തിലായിക്കൊണ്ട്, ഇഖ്ലാസിലായിക്കൊണ്ട് അല്ലാഹു നമ്മെ ഉറപ്പിച്ചു നിർത്തും. അപ്പോൾ മനുഷ്യൻ അവൻ്റെ ഭാഗത്തുള്ള ആ നിയ്യത്തിന് ഏതാൾക്കൂട്ടത്തിനിടയിൽ പോയി നിസ്കരിച്ചാലും ഏതാൾക്കൂട്ടത്തിൽ പോയി ഇടയിൽ നിസ്കരിച്ചാലും ഏത് അടച്ചിട്ട മുറിൻ്റെ ഉള്ളിൽ നിസ്കരിച്ചാലും അവൻ്റെ നിയ്യത്ത് ഒരുപോലെ ആയിരിക്കണം. ആൾക്കൂട്ടത്തിനിടയിൽ അവൻ ക്രിയാത്മകമായി ചെയ്യുന്ന ഖുശൂഉകൾ അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യമല്ല. ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്തും അവൻ അള്ളാഹു കാണാൻ വേണ്ടിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ഇബാദത്തുകളാണ് വേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ജിബ്രീലിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്, അൻ തഅ്ബുദ റബ്ബക കഅന്നക തറാഹ്, നീ നിന്റെ റബ്ബിനെ കാണും പ്രകാരം നീ ഇബാദത്ത് എടുക്കലാണ് എന്നാണ്. അപ്പോൾ എവിടെയാണോ നാം ഉള്ളത്, ഇബാദത്തിലായിട്ട് നാം എപ്പോഴാണോ പ്രവേശിക്കുന്നത്, അവിടെയെല്ലാം അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ബോധത്തോടെയുള്ള പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. അതാണ് ഈ ബാബ് നൽകുന്ന മെസ്സേജ്. 12ാമത്തെ ഹദീസ് നോക്കാം. നബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് കേട്ടു. ഇൻതലക സലാസതു നഫരിൻ മിമ്മൻ കാന ഖബലകും, നിങ്ങളുടെ മുൻഗാമികളിൽപ്പെട്ട ഒരു 3 ആളുകൾ യാത്ര പോയി. ചരിത്രം ചുരുക്കി പറയാം, 3 ആളുകൾ യാത്ര പോയി. അങ്ങനെ അവർ രാത്രി തങ്ങാൻ വേണ്ടി ഒരു ഗുഹയിലേക്ക് പ്രവേശിക്കുകയും ഉടനെ ആ ഗുഹാമുഖം ഭീമാകാരമായ ഒരു പാറ കൊണ്ട് വന്നടയുകയും ചെയ്തു. രക്ഷാമാർഗങ്ങളൊന്നും അവർക്കിടയില്ല. അങ്ങനെ അവർ പറഞ്ഞു, ഇനി നമുക്ക് ഒറ്റ മാർഗമേ ഉള്ളൂ. നാം ഇതുവരെ ചെയ്ത നമ്മുടെ അമലുകളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത്, തവസ്സുലാക്കി ദുആ ചെയ്ത്, അപ്പോൾ അള്ളാഹു തആല ഈ പാറ മാറ്റിത്തരുമെന്ന് അവർ തീരുമാനിക്കുകയും ഓരോരുത്തരും അവർ ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞ്, അള്ളാഹുവിന് വേണ്ടിയിട്ട് എടുത്തു പറഞ്ഞ് അത് വസീലയാക്കിക്കൊണ്ട്, അള്ളാഹുവേ, ഞാൻ ഈ ചെയ്ത കർമ്മം നിന്റെ വജ്ഹിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ പാറയെ നീ ഇവിടെ നിന്ന് നീക്കിക്കൊണ്ടാ എന്ന് 3 പേരും ദുആ ചെയ്യുകയും ഒന്നാമത്തെ ആളുടെ ദുആക്ക് ഫലമായിക്കൊണ്ട് പാറ കുറച്ച് നീങ്ങി, പക്ഷെ പോകാൻ സാധിച്ചില്ല. രണ്ടാമത്തെ ആളുടെ ദുആന്റെ ഫലമായിക്കൊണ്ട് പാറ കുറച്ച് നീങ്ങി, പക്ഷെ പോകാൻ സാധിച്ചില്ല. മൂന്നാമത്തെ ആളിൻ്റെ ദുആയുടെ ഫലമായിക്കൊണ്ട് പാറ പൂർണ്ണമായി നീങ്ങുകയും അവരതിലൂടെ നടന്നു പോവുകയും ചെയ്തു. മൂന്നാമത്തെ ആൾ ചെയ്ത കർമ്മം അത്രയും വലിയ ഇഖ്ലാസിന്റെ ഒരു മേഖലയായിരുന്നു. ഇൻഷാ അല്ലാഹ് അത് 3 നമ്മൾ പറയും. അങ്ങനെ ഹത്ത അവാഉഹുൽ മബീതു ഇലാ ഗാരിൻ, ഒരു ഗുഹയിലേക്ക് അവരെ രാത്രി പാർപ്പിക്കൽ കൊണ്ടെത്തിച്ചു. ഫദഖലൂഹു, അവർ ആ ഗുഹയിൽ പ്രവേശിച്ചു. ഫൻഹദറത് സഖറത്തും മിനൽ ജബൽ, ജബലിൽ നിന്ന്, മലയിൽ നിന്ന് ഒരു വലിയ പാറ അടർന്നു വീണു.
ഫസദ്ദത് അലൈഹിമുൽ ഗോറ, അവർക്ക് മുമ്പാകെ അത് ആ ഗുഹയെ അടച്ചു വെച്ചു. ഫഖാലൂ, അപ്പോൾ അവർ പറഞ്ഞു, ഇന്നഹു ലാ യുൻജീകും മിൻ ഹാദിഹി സ്സഖ്റ, ഈ പാറയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുകയില്ല, ഇല്ലാ അൻ തദ്ഉ അല്ലാഹ ബിസ്വാലിഹി അഅമാലിക്കും, നിങ്ങളുടെ സൽപ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യലല്ലാതെ നിങ്ങളെ ഒന്നും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കാല റജുലുൻ മിൻഹും, അവരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അല്ലാഹുമ്മ കാനലി അബവാനി ശൈഖാനി കബീറാൻ, വലിയവരായ വൃദ്ധരായ മാതാപിതാക്കൾ എനിക്കുണ്ടായിരുന്നു. വകുന്തു ല അഗ്ബിഖു ഖബ്ലഹുമാ, ഞാൻ അവർക്ക് രണ്ടുപേർക്ക് മുമ്പായിക്കൊണ്ട് രാത്രി കറന്നെടുക്കുന്ന പാല് അവർക്ക് ഞാൻ കുടിപ്പിക്കാറുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് മുമ്പേ അഹ്ലൻ, എൻ്റെ മക്കളെയും ഭാര്യയെയും, വമാലൻ, എൻ്റെ മറ്റു സമ്പത്തായ അടിമകൾ, ഈ ജീവികളുടെ പശുക്കുട്ടികൾ, ഒട്ടകക്കുട്ടികൾക്കൊന്നും ഞാൻ ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നില്ല. ആയിട്ട് ഫസ്റ്റ് എൻ്റെ മാതാപിതാക്കൾ കുടിച്ചതിന് ശേഷമായിരുന്നു. അങ്ങനെ ഫനഅബി ത്വലബു ശജരി, ഒരു മരം തേടി ഞാൻ അങ്ങനെ പോയപ്പോൾ അത് ദൂരെ എത്തി ഞാൻ. യോമൻ, ഒരു ദിവസം, ഫലം അരിഹ് അലൈഹിമ ഹത്താ നാമ, അവർ ഉറങ്ങിയിട്ടല്ലാതെ എനിക്ക് അവരിലേക്ക് എത്താൻ സാധിച്ചില്ല. അങ്ങനെ ഫഹലബ്തു ലഹുമാ ഖബൂഖഹുമാ, അങ്ങനെ ഞാൻ എത്തുകയും ഉടൻ അവർക്ക് വേണ്ടിയിട്ട് രാത്രി പാല് കറക്കുകയും അവർ കൊണ്ടുപോകാൻ ഞാൻ കൊടുക്കാൻ വന്നപ്പോൾ ഫവജതുഹുമാ നഇമൈൻ, രണ്ടുപേരും ഉറങ്ങുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഫകരിഹ്തു അൻ ഉഖിളുഹുമാ, അവരെ രണ്ടുപേരെയും ഉണർത്തുന്നത് എനിക്കിഷ്ടമായില്ല. അവർക്ക് മുമ്പായിക്കൊണ്ട് എൻ്റെ മക്കൾക്കും എൻ്റെ ജീവജാലങ്ങൾക്കുമൊക്കെ ആ രാത്രി പാൽ ഊട്ടുന്നതിനെയും ഞാൻ വെറുത്തു. അങ്ങനെ ഫലബിസ്തു, ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു നിന്നു. വൽഖദഹു അലാ യദീ, ആ പാൽപാത്രം എൻ്റെ കരങ്ങളിലുണ്ട്. അന്തളിർ ഇസ്തിഖാലഹുമാ, ഞാൻ അവരുണരുന്നത് പ്രതീക്ഷ അങ്ങനെയായിരുന്നു. ഹത്താ ബരിഖൽ ഫജ്ർ, പ്രഭാതം പൊട്ടി വിടർന്നു. വസ്വൈബത്തു യതലാഗൗന ഇൻദ ഖദമയ്യ, കുട്ടികൾ എൻ്റെ കാൽച്ചുവട്ടിൽ നിന്ന് അവരങ്ങനെ അലമുറയിട്ട് കരയുന്നുണ്ട്. ഫസ്തയഖളാ, ഉമ്മയും ഉപ്പയും ഉണർന്നു. ഫശരിബാ ഖബൂഖഹുമാ, അവർ അവരുടെ ആ രാത്രി ഭക്ഷണം കുടിച്ചു, ആ രാത്രി കറന്നെടുത്ത പാൽ അവർ കുടിച്ചു. അല്ലാഹുമ്മ ഇൻ കുന്തു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക്, അല്ലാഹുവേ, നിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ കർമ്മം ചെയ്തതെങ്കിൽ ഫഫജ്ജിജ് അന്നാ മാ നഹ്നു ഫീഹി മിൻ ഹാദിഹി സ്സുഖ്റ, ഈ ഭീമാകാരമായ പാറയിൽ ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകി റബ്ബേ. ഫൻഫജറത് ശൈഅൻ, കുറച്ച് പാറ അങ്ങോട്ട് നീങ്ങി. ലാ യസ്തതിഊനൽ ഖുറൂജ മിൻഹു, അതിൽ നിന്ന് പുറപ്പെടൽ അവർക്ക് സാധ്യമായിട്ടില്ല. അത്രയും നീങ്ങിയിട്ടുള്ളൂ. ഒന്നാമത്തെ ആൾ ചെയ്ത നന്മ ദുആ ചെയ്തു, പാറ കുറച്ചു നീങ്ങിക്കൊടുത്തു. ഖാലൽ ആഖർ, മറ്റൊരാൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നഹു കാനത് ലീ, അല്ലാഹുവേ, എനിക്കുണ്ടായിരുന്നു ബിൻതു അമ്മീൻ, എൻ്റെ ഉപ്പയുടെ സഹോദരൻ്റെ മകൾ ഉണ്ടായിരുന്നു. കാനത്ത് അഹബ്ബൻ നാസി ഇലയ്യ, അവൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളായിരുന്നു. ഫി റിവായത്തിൻ കുന്തു ഉഹിബ്ബുഹാ, ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. കഅശദ്ദി മാ യുഹിബ്ബു റിജാലു നിസാൽ, ഒരു പുരുഷന്മാർ സ്ത്രീകൾ എപ്രകാരം ഇഷ്ടപ്പെടുന്നോ അതിൻ്റെയും എത്രയും മേലെയുള്ള ഒരു ഇഷ്ടം ഞാൻ അവളോട് കാണിച്ചിരുന്നു. ഫറത്തുഹാ അലാ നഫ്സിഹ, അങ്ങനെ ഞാൻ അവളുമായി ശാരീരിക ബന്ധം പുലർത്താൻ ആഗ്രഹിച്ചു. ഫംതനഅത് മിന്നി, പക്ഷേ അവൾ അതിനു തടസ്സം നിന്നു. ഹത്താ അലമ്മത് ബിഹാ സനത്തും മിന സിനീന, അലമ്മത് ബിഹാ സനത്തും മിന സിനീന, പിന്നീട് അവൾക്ക് ഒരു ക്ഷാമകാലഘട്ടം ഉണ്ടായി. പണ്ടൊക്കെ ക്ഷാമകാലഘട്ടം ഉണ്ടായിരുന്നു. വെറുതിയും പ്രയാസവും പട്ടിണിയും സംഭവിക്കുന്നു. അങ്ങനെ ആ ഒരു വർഷത്തിൽ അവൾക്ക് ക്ഷാമകാലഘട്ടം സംഭവിച്ചു. എന്നിട്ടോ അങ്ങനെ ഫജാഅനി, അവൾ എൻ്റെ അരികിൽ വന്നു. ഫഅതൈതുഹാ 20 വമിയത ദീനാർ, ഞാൻ അവൾക്ക് 120 ദിനാർ നൽകി, സ്വർണ്ണ നാണയം നൽകി. അലാ അൻ തുഖല്ലിയ ബൈനി വബൈന നഫ്സിഹ, അവളുടെയും എൻ്റെയും ഇടയിൽ അവളുടെ ശരീരം അവൾ ഒഴിഞ്ഞു തരണം എന്ന കണ്ടീഷൻ പ്രകാരം. ഫഫാലത്ത്, നിവൃത്തികേട് കൊണ്ട് അവൾ അത് സമ്മതിച്ചു. ഹത്താ ഇദാ ഖദറത്തു അലൈഹ, ഞാൻ അവളുമായി
ശാരീരിക ബന്ധത്തിന് തയ്യാറെടുത്തപ്പോൾ ഫീ റിവായത്തിൻ ഫലമ്മ ഖഅത്തു ബൈന റിജ്ലിഹ, ഞാൻ അവളുടെ ശരീരത്തോട് അവളുടെ പാദങ്ങളോട് ചേർന്ന് ഞാൻ ഇരുന്നപ്പോൾ ഖാലത്ത്, അവൾ പറഞ്ഞു, ഇത്തഖില്ലാ, അള്ളാഹുവിനെ സൂക്ഷിക്കുമോനെ, വലാ തഫുല്ലൽ ഖാതമല്ല ബിഹഖിഹി, ഒരു സ്ത്രീയുടെ കന്യകാ ചർമ്മം അത് അനധികൃതമായി തകർക്കല്ലേ എന്ന് കേട്ടപ്പോൾ ഫൻസറഫ്തു അൻഹ, ഞാൻ അവളെ തൊട്ട് പിരിഞ്ഞു കളഞ്ഞു. അള്ളാഹുവിൻ്റെ വജ്ഹ് കേട്ടപ്പോൾ, അള്ളാഹുവിനെ കേട്ടപ്പോൾ, വഹിയ അഹബ്ബുന്നാസി ഇലയ്യ, അപ്പോഴും എനിക്ക് അവളോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. വതറക്തു ദഹബല്ലദി അഅ്തൈതുഹ, ഞാൻ അവൾക്ക് നൽകിയ സ്വർണവും ഞാൻ ഉപേക്ഷിച്ചു. അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക, അല്ലാഹുവേ നിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്തതെങ്കിൽ ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹി, ഞങ്ങളുടെ പ്രതിസന്ധിയിൽ ഞങ്ങൾക്ക് മോചനം നാ റബ്ബേ എന്ന് ദുആ ചെയ്തപ്പോൾ ഫംഫറജത്തിസ് സ്വഖ്റാ, ആ ഭീമാകാരമായ പാറ കുറച്ചങ്ങു അകന്നു നിന്നു. ഗൈറ അന്നഹും ലാ യസ്തതിഊനൽ ഖുറൂജ മിൻഹ, എന്നാൽ അവർക്ക് അതിലൂടെ പുറപ്പെടാൻ സാധ്യമാവില്ല. അപ്പൊ രണ്ടാമത്തെ ആളുടെ ദുആയും അതിന്റെ റിസൾട്ടും കഴിഞ്ഞു. മൂന്നാമത്തത് വഖാല സാലിസു, മൂന്നാമത്തവൻ പറഞ്ഞു, അല്ലാഹുമ്മ ഇസ്തഅ്ജർതു ജറാഅ, ഞാൻ കുറെ കൂലിക്കാരെ കൂലിക്ക് വിളിച്ചു. വഅതൈതുഹും അജ്റഹും, അവർക്കൊക്കെ കൂലിയും നൽകി. ഗൈറ റജുലിൻ വാഹിദിൻ തറക്കല്ലദീ ലഹു വദഹബ, ഉള്ളത് ഉപേക്ഷിച്ചിട്ട് പോയ ഒരാളുണ്ടായിരുന്നു, അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല, അയാൾ കൂലി മേടിക്കാതെ പോയി. ഫസമ്മർതു അജ്റഹു, ഞാൻ അവൻ്റെ കൂലിയെ ഞാൻ ഫലപ്പെടുത്തി. മീൻസ് അതിൽ ബിസിനസ്സിനോ കച്ചവടത്തിനൊക്കെ ഇറക്കി, അതുകൊണ്ട് ചിലത് വാങ്ങി, അതിൽ നിന്ന് ലാഭം കിട്ടിയത് കൊണ്ട് അത് വാങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂലിയായിരുന്നു അതിൻ്റെ ക്യാപിറ്റൽ. അപ്പം ആ ക്യാപിറ്റലിനെ തുടർന്ന് വന്ന എല്ലാ പ്രോഫിറ്റും അദ്ദേഹത്തിൻ്റെതാണ് എന്ന നിലയിൽ തന്നെ ഞാൻ അതിനെ കൈകാര്യം ചെയ്തു പോന്നു. മിൻഹുൽ അംവാൽ, ധാരാളം സമ്പത്ത് അതിൻ്റെ പേരിൽ അധികരിച്ചു. ആടുകളും ഒട്ടകങ്ങളും അടിമകളും ഒക്കെ ആയി വലിയ ഒരു പ്രദേശം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ക്യാപിറ്റലിൽ നിന്നുള്ള മുതലുകൾ ഉണ്ടായി. ഫഖുൽ, അങ്ങനെ ഫജാഅനി ബഅദ ഹീൻ, പിന്നെ അയാൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നു. ഫഖാല അബ്ദുല്ലാഹ് അദ്ദി ഇലയ്യ അജ്രിൻ്റെ കൂലി കാട്ടുകാരനു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, കുല്ലു മാ തറാ മിൻ അജ്രി മിനൽ ഇബ്ലി വൽ ബഖരി വൽ ഗനമി വൽ റഖീഖി, അടിമകൾ, ആടുകൾ, ഒട്ടകങ്ങൾ, മാടുകൾ തുടങ്ങി നീ കാണുന്നതെല്ലാം നിന്റെ കൂലിയാണെന്ന് പറഞ്ഞു. ഫഖാല അബ്ദുല്ലാഹ് ലാ തസ്തഹ്സിഉ ബിഹി, എന്നെ കളിയാക്കല്ലേ. ഫഖുൽതു ലാ അസ്തഹ്സിഉ ബിക, ഞാൻ നിന്നെ കളിയാക്കുകയല്ല. ഫഅഖദഹു കുല്ലഹു, അപ്പം അവൻ അവൻ്റെ ക്യാപിറ്റലിൽ നിന്ന് രൂപപ്പെട്ടു വന്നല്ലോ മുതലും കൊണ്ടുപോയി. ഫലം യത്രുക് മിൻഹു ഷൈഅ, ഒന്നും ഉപേക്ഷിച്ചില്ല, എല്ലാം കൊണ്ടുപോയി, ഓൻ്റെതല്ലേ. അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക, അല്ലാഹുവേ നിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തതെങ്കിൽ ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹ്, ഞങ്ങളുടെ പ്രതിസന്ധിയെ നീ നീക്കി നൽകു റബ്ബേ. ഫംഫറജത്തിസ് സഖറതു ഫഖറജു യംശൂൻ, പാറ അടർന്നു മാറുകയും അവർ അതിലൂടെ നടന്നു പോവുകയും ചെയ്തു. അപ്പോൾ അമലുകളിൽ ഇഖ്ലാസ് വേണം. പ്രതിസന്ധികളിൽ നിന്ന് അമലുകൾ അവനെ രക്ഷിക്കും. അമലുകൾ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിലും അതിന് ചില എക്സ്ട്രാ പ്രോഫിറ്റുകൾ ദുനിയാവിൽ വെച്ചു തന്നെ കാണാം. അതുപോലെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ, അവർക്ക് സേവനം ചെയ്യൽ, കുടുംബക്കാരെക്കാളും മക്കളെക്കാളും സ്വന്തത്തെക്കാളും അവർക്ക് പ്രിഫറൻസ് കൊടുക്കൽ, അവരുടെ ആവശ്യത്തിന് വേണ്ടി പ്രയാസം സഹിക്കൽ, ജീവിതത്തിൽ ചാരിത്ര ലൈംഗിക വിശുദ്ധി ഉണ്ടാവൽ, എന്തു പ്രതിസന്ധി ഉണ്ടെങ്കിലും ഹറാമ് ചെയ്യാൻ അവസരമുണ്ടെങ്കിലും ഇഫ്ഫത്ത് കാത്തു സൂക്ഷിക്കൽ, ഉത്തരവാദിത്വത്തോടുകൂടെ കാര്യങ്ങൾ നിർവഹിക്കൽ, ഇടപാടുകളിൽ മാന്യത പുലർത്തൽ, ഇങ്ങനെ ഈ 3 വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യോഗ്യമായ കാര്യങ്ങളാണ് എന്ന് അവർ ആ ചെയ്തത് അള്ളാഹുവിൻ്റെ വജ്ഹിനായതുകൊണ്ട് അള്ളാഹു സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവാണ് ആരാരുമില്ലാത്ത ആ കൊടുങ്കാട്ടിൽ ഭീമാകാരമായ പാറ തനിയെ നീങ്ങിക്കൊണ്ട് അനിതര സാധാരണമാം വിധം കാര്യങ്ങൾ കലാശിച്ചത്. അത് അള്ളാഹുവിൻ്റെ ഖുദ്റത്താണ്. അള്ളാഹു അവരുടെ അമലുകൾക്ക് നൽകിയ സ്വീകാര്യതയാണ്. അത് മൂന്ന് തലത്തിൽ പോകുന്നതാണ്. ഒന്ന് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയം, മറ്റൊന്ന് ലൈംഗിക വിശുദ്ധി, മറ്റൊന്ന് ഇടപാടുകളിലെ മാന്യത. അള്ളാഹു ജല്ല ജലാലുഹു അത്തരത്തിൽ മാന്യതയുള്ള മാതൃകായോഗ്യരായ മുസൽമാനാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.